മാലിഹ വലിദീനിഹ ഫൽഫർ ബിദാത്തി ദീൻ തരിബത് യദാക് മുത്തഫഖുൻ അലൈഹി. വിവാഹവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതാണ്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയൊരു ഹദീസാണ്. തുൻകഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ സാധാരണഗതിയിൽ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. ലിമാലിഹ, അവളുടെ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലി ഹസബിഹ, അവളുടെ കുലീനത അല്ലെങ്കിൽ തറവാട് നോക്കിയിട്ട്. വലി ജമാലിഹ, സൗന്ദര്യം. വലി ദീനിഹ, അവളുടെ മതനിഷ്ഠ. ഈ 4 കാര്യങ്ങളുടെ പേരിലാണ് സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. ഫൽഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, മതനിഷ്ഠയുള്ളവളെ നീ വിവാഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് വിജയിക്കുക. തരിബത് യദാക്, നിന്റെ കൈ മണ്ണിൽ കുത്തിയാലും മണ്ണായാലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വിവാഹം ചെയ്യുന്ന പുരുഷന്മാർക്കുള്ള നിർദ്ദേശമാണിത്. സ്ത്രീകളത് വേറുണ്ട്, ഇത് പുരുഷന്മാർക്കുള്ള നിർദ്ദേശമാണ്. സാധാരണ ഒരു പുരുഷൻ പെണ്ണന്വേഷിക്കുമ്പോൾ സാധാരണ പരിഗണിക്കുന്ന 4 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ 4 കാര്യങ്ങളും അവഗണിക്കണമെന്നല്ല, പരിഗണിക്കാം. അത് മനുഷ്യന്മാരുടെ പ്രകൃതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ, വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക. ത്വാബാർണ ഇഷ്ടപ്പെട്ടത്, മനസ്സിനിണങ്ങിയത് എന്നാ. അപ്പൊ ആ പരിഗണന മതം നൽകുന്നുണ്ട്. അവനവന്റെ പ്രകൃതിക്ക് ഇഷ്ടത്തിന് യോജിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാം എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ പറയുന്ന 4 കാര്യങ്ങളില് 4ാമത് പറഞ്ഞ മതനിഷ്ഠയുള്ളവളെ തെരഞ്ഞെടുക്കണം, എന്നിട്ട് വിജയിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിനാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇതില് ഒന്ന് പഠിക്കേണ്ട ഒരു സംഗതി, വിവാഹം എന്ന് പറയുന്നതും ഒരു മതപരമായ കാര്യമാണ് എന്നുള്ളതാണ്. അതാണ് ഇതിന് ആദ്യം പഠിക്കേണ്ട, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠിക്കേണ്ട ഒരു സംഗതി. വിവാഹം എന്ന് പറയുന്നതും ഇസ്ലാമികമായിട്ട് ഒരു മതപരമായ കാര്യമാണ്. അത് മതത്തിന്റെ കാര്യമൊക്കെ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പൊ നമ്മളുടെ തലമുറ അകന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹമൊന്നും ഈ മതത്തിന്റെ ആളുകൾ ഇടപെടേണ്ട വിഷയമല്ല എന്നാ. നമ്മുടെ ഈ ന്യൂജൻ കൾച്ചർ അങ്ങനെയാണ്. ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ സ്വതന്ത്രമായ മേഖലയിലേക്ക് വിട്ടുവരണം. അതിൽ ഈ മതപുരോഹിതന്മാരുടെ സാന്നിധ്യം ആവശ്യമല്ല. അവിടെ നിക്കാഹ്, കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചടങ്ങുകളൊന്നും ആവശ്യമല്ല. ഹിന്ദുക്കളുടേതും ക്രിസ്ത്യാനി അതൊന്നും അവിടെ ആവശ്യമല്ല. അത് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ കാര്യമല്ലേ, അത് ഞങ്ങൾ നടത്തിക്കോളൂ, നിങ്ങൾ ഈ പള്ളിയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നാ. ഇതൊക്കെയാണ് ഇപ്പൊ ഇതിനൊക്കെ പറയുന്ന ഭാഷകൾ, അങ്ങനെയാണ്. അതൊന്നുമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് വിവാഹം മതപരമായ, കൃത്യമായ മതം ഇടപെടുന്നൊരു വിഷയമാണ്. അപ്പൊ അതിന് കാരണം, ഈ മതം ഇടപെടുന്നു എന്ന് പറയാനുള്ള കാരണം, സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ മരണം വരെയും ഇഹലോകത്ത് കൊണ്ട് നടക്കേണ്ട ഒരു സംവിധാനമാണ് വിവാഹവും കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരു ദിവസം നടത്തി പിരിയാനുള്ളതല്ല, മരണം വരെയും കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു ഉറച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. അതാണത്. അതുകൊണ്ട് അത് മതം ഇടപെടും. മതത്തിന് നിയമമുണ്ട്, നിർദ്ദേശമുണ്ട്, ഇഷ്ടം പോലെ നിർദ്ദേശങ്ങളും പാഠങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞ ഈ മതബോധമുള്ളവളെ വേൾക്കണം, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ വിഷയത്തിൽ ഖുർആന്റെ ഒരു കൽപ്പന നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ല. നമ്മളെ ആളുകൾ അത് പൊതുവെ അത്ര ഗൗരവത്തിൽ കാണാറില്ല. ഈ ഖുർആൻ അതിന് പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ വലീലൻ എന്നാണ്. വിവാഹരംഗത്ത് പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരായ നിങ്ങളോട് സുദൃഢമായ ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് എന്നാ.
സുദൃഢമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കൂടെ പോരുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവളെ സംരക്ഷിക്കും, അവളുടെ കുഞ്ഞുങ്ങളെ, അവളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും, അവളെ നല്ലക്ക് ദീനിയായിട്ട് കൊണ്ടു നടക്കും എന്ന കരാറാണത്. ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. എങ്ങനെ? പെണ്ണ് പുരുഷനോട് കരാറ് വാങ്ങി എന്നാണ് ആയത്തിന്റെ നേർക്കേറുള്ള അർത്ഥം. ഇത് നമ്മളെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് സംഗതി. എന്താ വെച്ചാല് വിവാഹം ഒരു കരാറാണ് അറിയും, ഖുർആനിലുണ്ട് അറിയും, അതുണ്ട്, ആശയം ഉണ്ടാക്കിയെടുക്ക. പക്ഷേ ഇവിടെ കരാറ് പറഞ്ഞാൽ എന്താ അറിയോ? രണ്ടാളും കൂടി ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്നല്ല. ഇവിടെ ഖുർആൻ പറഞ്ഞ ശൈലി വേറെയാണ്, അത് നമ്മൾ പ്രത്യേകം ഗവനിക്കണം. ഖുർആൻ പറഞ്ഞ ശൈലി, ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നത് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ ഏൽക്കും എന്നുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ്. വാഹദിന മിൻകും മീസാഖിന് വലിയ, അവർ പെണ്ണുങ്ങൾ നിങ്ങളോട് കരാറ് വാങ്ങിയിട്ടുണ്ട് എന്നാ. ആ ഉത്തരവാദിത്വത്തിലാണ് അവൾ നിങ്ങളുടെ കൂടെ വരുന്നത്. നിങ്ങൾ അവളെ നല്ലോണം നോക്കിക്കൊള്ളണം തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം പുരുഷനാണ്. അങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം. അത് പറയാതെക്കാൻ പറ്റില്ല. അതാണ് ശരിക്കും എന്റെ നിയമവും. അപ്പൊ അതാണ് ഈ ദീൻ പരിഗണിക്കുന്നത്. അപ്പോൾ സ്ത്രീ വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു വിഷയമാണ് ഇതിലേറ്റവും പ്രധാനം. മതമാണ് ഇതിന്റെ അടിസ്ഥാനം. ആ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടക്കേണ്ടത്. പിന്നെ ഈ 3 കാര്യങ്ങൾ, ഈ മതമല്ലാത്ത 3 കാര്യങ്ങൾ എണ്ണി: സമ്പത്ത്, സൗന്ദര്യം, കുലീനത. കുലീനത പറഞ്ഞാൽ തറവാട്. ഇത് 3ഉം പരിഗണിക്കാം. ഇപ്പൊ സൗന്ദര്യമാണ് ഇതിൽ ഏറ്റവും ആദ്യം എല്ലാവരും പരിഗണിക്കുന്ന വിഷയം. കണ്ണിനിണങ്ങുക, മനസ്സിനിണങ്ങുക എന്ന് നമ്മൾ സാമാന്യമായിട്ട് പറയാം. എന്നാൽ സൗന്ദര്യമാണ് ഒരു പെണ്ണിനെ ഒരു പുരുഷനെ ആകർഷിക്കുന്ന ഭാഗം, പ്രത്യക്ഷത്തിൽ കാണുന്ന സൗന്ദര്യം. അങ്ങനെയാണ് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നത്. അതിന് മതം എതിരല്ല, അത് അനുകൂലമാണ്. ഒരു പെണ്ണിനെ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കുക, ആണിനെ അങ്ങനെ തന്നെ ആ പെണ്ണിന് ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാം. പക്ഷെ മറ്റു അതിന്റെ ചുട്ടവട്ടങ്ങളും നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് മാത്രം. പക്ഷെ ഇതിന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കുള്ള ഒരു പൊതു സ്വഭാവം, ഈ 3 കാര്യങ്ങളും ഈ ദുന്യവിയായ കാര്യങ്ങളാണ്. സമ്പത്ത്, സൗന്ദര്യം, തറവാട് എന്നുള്ളത് അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞത് എപ്പോഴും ഉണ്ടാകുന്ന സംഗതിയല്ല. നല്ലൽക്ക് പോയാൽ തന്നെ കുറച്ച് ഞാൻ പോകും, ഒരു പ്രശ്നമില്ലാതെ നല്ലൽക്ക് ഇങ്ങനെ ജീവിച്ചു പോയാൽ തന്നെ ഒരു പ്രായത്തിന്റെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞാൽ ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ് കുറയും ചെയ്യും, ഇല്ലാതെയാവും ചെയ്യും. ചിലരിലൊക്കെ ശരീരഘടനയിൽ പെട്ടെന്ന് പ്രകടമാവും. ഇനി അതൊന്നും അല്ലാതെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതിസന്ധികളുണ്ടാവും, അപകടങ്ങളോ മറ്റൊക്കെ വന്നിട്ട് സൗന്ദര്യം കുറയും, രോഗം വന്നിട്ട് കുറയും. മുഖത്തൊക്കെയാണ് വല്ലതും പറ്റണമെങ്കിൽ ആകെ വികൃതാവും ചെയ്യും ചിലപ്പോ. എന്നാലും ഒരു പെണ്ണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് അവളെ സംരക്ഷിക്കുമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാർ കൊണ്ടു നടക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. മതം ഉണ്ടെങ്കിൽ അത് സാധിക്കും, മതം ഉണ്ടെങ്കിൽ സാധിക്കും. ഒരു വിവാഹമോചനത്തിന് കാരണമാകേണ്ടതും അത് തന്നെയാണ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ, രണ്ടു കൂട്ടർക്ക് ഒഴിവാക്കാം. പക്ഷെ അവിടെയൊക്കെ മതമാണ് പരിഗണിക്കേണ്ടത്. മറ്റൊക്കെ അതിന്റെ താഴെ വരുന്ന ചില സംഗതികളാണ്. മതപരമായ ഒരു കാരണം ഉണ്ടെങ്കിലേ അങ്ങനെ ഒഴിവാക്കാവൂ എന്ന് തന്നെയാണ്. അല്ലാതെ ഈ സൗന്ദര്യം, തറവാടും സമ്പത്തും എന്നൊക്കെ പറഞ്ഞാണ്ട് പ്രശ്നം പാടില്ല. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ മതം തെരഞ്ഞെടുക്കുന്നത്. ഇനി ഇതിന്റെ ഒരു മറുഭാഗം നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പൊ ഇതിൽ ആണ് പെണ്ണ് കെട്ടുമ്പോഴുള്ള പരിപാടിയാ പറഞ്ഞോക്കെ. അത് പെണ്ണിനെ കെട്ടിക്കുമ്പോഴോ ആണിന്റെ ഭാഗത്തോ അത് ഹദീസിൽ വന്നിട്ടുണ്ട്. വേറെ റസൂല് പറഞ്ഞെടുത്ത് കെട്ടിക്കുന്നിടത്ത് പറഞ്ഞത്, ഇവിടെ കെട്ടുന്നിടത്ത് പറഞ്ഞത് പുരുഷനോടാ, നീ ഇങ്ങനെ കല്യാണം കഴിക്കാവൂ എന്നുള്ള. ഇനി കെട്ടിക്കുന്നിടത്ത് പറയുന്നത് പെണ്ണിനോടല്ല, പെണ്ണിന്റെ ബാപ്പാനോടാ. നിങ്ങൾ നോക്കുക വ്യത്യാസം. ഇതാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജുഹു വഇല്ലാ ഫതകുൻ ഫിത്നത്തുൻ വഫസാദുൻ ആരീദ്. ആ ഹദീസിന്റെ ശൈലി നോക്കുക നിങ്ങൾ. നിങ്ങളുടെ ആ അടുക്കിലേക്ക് ഒരു പെൺകുട്ടിയെ, അതായത് നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് ഒരാൾ കല്യാണം അന്വേഷിച്ച് വന്നാൽ ആ കല്യാണം അന്വേഷിക്കുന്ന ആളുടെ യോഗ്യത മൻ തർലൗന ദീനഹു വഖുലുഖഹു,
അവന്റെ മതവും സംസ്കാരവുമാണ്, മതനിഷ്ഠയൊക്കെയാണ്. ഇതൊക്കെയാണ് ഉള്ള ഒരാൾ വന്നാൽ ഫസവ്വിജൂഹു, നിങ്ങൾ ആ പെൺകുട്ടി അവന് കല്യാണം കഴിച്ചു കൊടുക്കണം. പുരുഷനോട് ബാപ്പാനോടാണ് നേർക്കേറെ പറഞ്ഞ, ബാപ്പാനോട് അല്ലെങ്കിൽ വലിയനോടാണ് ആ പറയുന്നത്, കല്യാണം കഴിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ ഒരാൾ വന്നാൽ മറ്റൊന്നും പരിഗണിക്കണ്ടെന്നാ. മറ്റു കാര്യങ്ങളല്ല, നേരത്തെ പറഞ്ഞ മൂന്നാല് കാര്യങ്ങളൊന്നും അല്ല, ദുനിയാവിലെ കാര്യങ്ങളല്ല. ഈ ദീനിയായ സ്വഭാവം ഉണ്ടോ കല്യാണം വയില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഫതകുൻ ഫിത്നത്തുൻ ഫസാദുൻ അരീദ്, അതുവഴി ചെയ്യാതിരുന്നാൽ ഫസാദും ഫിത്ന ഉണ്ടാവുന്ന. നമ്മൾ മലയാളം പോലെ ഉപയോഗിക്കുന്ന വാക്കാ. ഫിത്ന പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും, ഫസാദ് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ തലകീഴായി മറിഞ്ഞ് ഡിസോർഡറായി മാറുന്ന, ഇതൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ എന്താ ഇതിന്റെ കാരണം എന്ന് പറയുന്നത്? ഇതിന്റെ കാരണം ഈ രണ്ട് ഭാഗത്തും ഇപ്പൊ പറഞ്ഞു, ദീനാണ് മതമാണ് പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഈ രണ്ട് ഭാഗത്തും മതം പരിഗണിക്കാതിരുന്നാൽ മറ്റു പരിഗണനകൾ കയറി വരും. നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കയറി വരും. അത് കയറി വരുന്നതോട് കൂടി ഈ രംഗം ആകെ മാറി മറിയും. അത് മാറാൻ പാടില്ല എന്നാ ഈ രണ്ടും കൂടി ചേർത്ത് കിട്ടാൽ കിട്ടുന്ന ആശയം. സ്വഭാവം മതപരമായിരിക്കണം, അതിൽ ഈ വിഷയം മതപരമായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു കൃത്യമായ വിശദീകരണം നമുക്ക് കിട്ടും. ഇവിടെ അറിയോ, റസൂല് പറഞ്ഞല്ലോ, മതനിഷ്ഠമുള്ള ഒരാൾ നിന്റെ മകളെ കല്യാണം അന്വേഷിച്ച് വന്നാൽ വേഗം കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്. അതില്ലെങ്കിൽ ഫിത്ന ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിലുള്ള ഫിത്ന എന്താ അറിയോ? ഇപ്പൊ മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ പെൺകുട്ടിന്റെ കാര്യത്തിൽ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിനാണ് മാർക്കറ്റിൽ വാല്യൂ മൂല്യമുള്ളത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ പെൺകുട്ടികളെ ഒക്കെ ഈ അതൊക്കെ ഉള്ളവരാണ്, ആ മൂല്യങ്ങളൊക്കെ ഉള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് നമ്മുടെ നാട്ടിൽ പരക്കെ കാണുന്ന സംഗതിയാ. ല്ലേ, പെൺകുട്ടികളെ കെട്ടിക്കാനായാല് മരനെയാണ് ചെയ്യുക. മരം ചെയ്യുന്നവരോ ഓളെ അണിയിച്ചൊരുക്കി ഇങ്ങനെ രംഗത്തിറക്കും. അണിയിച്ചൊരുക്കി രംഗത്തിറക്കും എന്ന് പറഞ്ഞാൽ ഓള് കല്യാണത്തിനോ സമ്മേളനത്തിനോ ഒക്കെ പോകുമ്പോൾ നല്ല തുണി കുപ്പായ ഇടിയിച്ച് ശരിക്ക് ആഭരണവും ഒക്കെ അണിയിച്ച് ചുണ്ടുമൂലൊക്കെ ഇപ്പത്തെ രീതി അനുസരിച്ച് ചുണ്ടുമൂലും മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ പറഞ്ഞേക്കും. അതെന്തിനാ നിങ്ങള്? വിവാഹം ചെയ്യപ്പെടാനായ ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെടണമെങ്കിൽ ഇതൊക്കെയാണ് ആളുകൾ നോക്കുന്നത് എന്നാൽ അതിനെ ചുരുക്കി വിടും. ഇതൊക്കെയാണ് ആണുങ്ങൾ നോക്കുക. അല്ലെങ്കിൽ വിവാഹത്തിന്റെ മാർക്കറ്റിൽ അതിനൊക്കെയാണ് വില ഉള്ളതെന്ന് വന്ന ആളുകൾ അങ്ങനെ ഒരുക്കി വിടും. ഇനി അതാണ് ഫിത്ന എന്ന് പറഞ്ഞാൽ അത് ഫിത്ന ഉണ്ടാവും. അതുവഴി ഇപ്പം ആഭരണമാണ്, സ്വർണമാണ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ സമ്പത്താണ് പരിഗണിക്കുന്നത് വന്നാൽ എന്താ അറിയോ? നല്ലോണം ആഭരണം ഉള്ളവളാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പണികളൊക്കെ എടുക്കും. മരന് ചെയ്തു കൊടുക്കും. ഇതൊക്കെ ഇങ്ങോട്ട് അറിയാത്തമാരും ആങ്ങളാര് വാങ്ങിക്കൊടുക്കും. പെങ്ങന്മാരെ നോക്കണ ആങ്ങളാരുണ്ടാവുമല്ലോ, ഒരു വാങ്ങിക്കൊടുക്കും. ഇങ്ങോട്ട് അറിയാത്തമാരിങ്ങ നിൽക്കും. ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമാണല്ലോ എന്നുള്ളതൊക്കെ നിൽക്കും. ഇങ്ങോട്ട് ഓളങ്ങനെ അണിയിച്ചൊരുക്കി വിടും. അതെന്താ? മാർക്കറ്റിൽ അതിനാണ് വില എന്നുള്ളതൊക്കെ നോക്കും. ഇനി അതിന്റെ മറ്റേ ഭാഗമാണ്, ഇനി മതമാണ് പരിഗണിക്കുന്നതെന്ന് വന്നാൽ അതിന് അങ്ങനത്തെ പെൺകുട്ടികളെല്ലാവരും കെട്ടിക്കൊണ്ടുപോകും മതമുള്ളവളെ എന്ന് വന്നാ നമ്മൾ അങ്ങനെയാണ് ഒരുക്കി വിടുക. നല്ല മുഖമക്കനിയും വേഷവും അടക്കവും ഒതുക്കൊക്കെ ഉള്ള പെൺകുട്ടിയായിട്ട് വളർത്തും. ആ വളർത്തലിന് കാരണം ഓള് വിവാഹം ചെയ്യപ്പെടണമെങ്കിൽ അതാണ് പരിഗണിക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കത്തില് ഈ വിഷയത്തില് മതം പരിഗണിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു വിഷയം. അത് നമ്മൾ എടുത്തു പോകാൻ പാടില്ല. വിവാഹ രംഗത്ത് മതം തന്നെയാണ് പരിഗണിക്കുക. അത് കല്യാണം കഴിച്ചു കൊടുക്കുന്നിടത്തും കഴിക്കുന്നിടത്തും ഒക്കെ മതമാണ് പരിഗണിക്കുക. ആ മതമല്ലാത്തതിന് പ്രിഫറൻസ് മുൻഗണന വരുമ്പോൾ അതൊക്കെ പ്രശ്നമാകുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ വിവാഹ രംഗത്തുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു എല്ലാം വളരെ പെട്ടപ്പോ നിങ്ങൾക്ക് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എന്താ, മുമ്പ് കാലത്തൊക്കെ വിവാഹമോചനങ്ങളൊക്കെ നടക്കും. അന്നൊക്കെ ആളുകൾ പറഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ടാന്നൊക്കെ. ഇപ്പൊ അങ്ങോട്ട് എന്താ ഉണ്ടായത്? നല്ലോണം വിദ്യാഭ്യാസവും ഉണ്ട്, ഇഷ്ടം പോലെ പഠിപ്പും ആണിനും പെണ്ണിനും ഉണ്ട്. ഏറ്റവും അധികം വിവാഹമോചനങ്ങൾ നടക്കുന്നത് ഇപ്പോഴാ. വിവാഹമോചനം നടക്കുന്നത് കൂടുതലാണ്, ഇപ്പൊ കുറവല്ല. വളരെ അതും പെട്ടെന്നാണ്. അത് തീരുമാനം എന്നാ ഞാൻ അല്ലോട്ടോ പറഞ്ഞാണ്ട് എന്നാ നമുക്ക് വേണ്ടിട്ടോ പറഞ്ഞാണ് പിരിഞ്ഞാണ്ട് പോവാ. വളരെ കൂളായിട്ട് ഈ സുദൃഢമായ കരാർ എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും അവിടെ അല്ല. പിന്നെ അത്ര പെട്ടെന്ന് പിരിയാണ്. എല്ലാം ഫാസ്റ്റ് ഫുഡ് മാതിരി തന്നെയാണ്. അത് അങ്ങനെ വേഗം ഇങ്ങനെ ആണ് പോവാണ്. അതൊക്കെ നമ്മള് മതത്തിന്റെ ആളുകൾ ശ്രദ്ധിച്ചെങ്കിലേ, ഇതൊക്കെ നമ്മളെ വീടുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്.